ബ്രെയിൻ ട്യൂമറിന് നഖം വെട്ടിയിട്ട് കാര്യമുണ്ടോ? ബ്രെയിൻ ട്യൂമർ മാറാൻ നഖം വെട്ടിയാൽ ബ്രെയിൻ ട്യൂമർ മാറുമോ? നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്. ബ്രെയിൻ ട്യൂമർ മാറുവാൻ നഖം വെട്ടിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വയനാട് DCC പുനഃസംഘടനയ്ക്കൊക്കെ മുമ്പ് തന്നെ വയനാട്ടിൽ ഒരു വെട്ടിനിരത്തൽ നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ തന്നെ 3 നേതാക്കന്മാരാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത്. വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി അവിടെ നിന്നാണ് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. പക്ഷേ ആ വയനാട് മണ്ഡലത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തമ്മിലടിയും ഗതികേടും ദുരിതവും മരണവും ആത്മഹത്യയുമെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഈ ദേശീയ നേതൃത്വം തന്നെ KPCCയോട് തങ്ങളുടെ പരിഭവം അറിയിച്ചു. ഇപ്രകാരം പോകരുത്, ഇതിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇതിനകത്ത് വിഭാഗീയതയും തമ്മിലടിയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു വെട്ടിനിരത്തൽ ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു DCC പുനഃസംഘടന ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുവാൻ ഇവർക്ക് പ്രാപ്തിയുണ്ടോ എന്നറിയില്ല. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെയാണ് വയനാട് ഇപ്രകാരം ഒരു വെട്ടിനിരത്തൽ നടത്തിയത്. വയനാട് DCC അധ്യക്ഷനായിരുന്ന ND അപ്പച്ചൻ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ട് രാജി വാങ്ങിയിരിക്കുകയാണ്. പകരം കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ കൂടിയായ കോൺഗ്രസ് നേതാവായ TJ ഐസക്കിന് DCC പ്രസിഡന്റ് ചുമതല നൽകിക്കഴിഞ്ഞു. അങ്ങനെ TJ ഐസക്കാണ് പുതിയ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹം കൽപ്പറ്റ നഗരസഭ ചെയർമാൻ കൂടിയാണ്. വയനാട്ടിൽ ND അപ്പച്ചൻ എന്ന ഒരു ഔദ്യോഗിക വിഭാഗവും IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയാണ് നാളുകളായി. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആരോപണങ്ങൾ നടത്തി, ചെളിവാരി എറിഞ്ഞ് മത്സരിച്ച് തട്ടിപ്പുകൾ നടത്തി പാർട്ടിയെ ദിനംപ്രതി നാറ്റിക്കുകയും, ഇവരുടെ ഈ ചേരിപ്പോര് കാരണമാണ് ഈ നേതാക്കന്മാർ പോലും നാണം കെട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായത്. ഈ നേതാക്കന്മാർ എഴുതിയ ആത്മഹത്യ ചെയ്ത നേതാക്കന്മാർ എഴുതിയ ആ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായിട്ട് ഇപ്രകാരം മാനസികമായും ശാരീരികമായും ഇവന്മാരെ പീഡിപ്പിച്ചു, ബുദ്ധിമുട്ടിലാക്കി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത DCC ട്രഷററുടെ വീട്ടിൽ NM വിജയന്റെ ആ കടം ഏതാണ്ട് 58 ലക്ഷത്തോളം രൂപ കടം വീട്ടിയിരുന്നു. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായി ഇത് ബാധിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെയാണ്. അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടു. KPCC അധ്യക്ഷൻ പറഞ്ഞത് ഈ കടം വീട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആ ചിരിയും കളിയാക്കലും, അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നടത്തി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിഹാസ മറുപടിയായിരുന്നു ഇയാൾ അന്ന് പറഞ്ഞത്. പക്ഷേ ഗത്യന്തരമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ മരുമകളും മക്കളും DCC ഓഫീസിന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാകാരം ഗാന്ധി ജയന്തി ദിനം മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് പൊള്ളി. സാധാരണ ഇവന്മാർക്ക് നാണവോ മാനവോ ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ അടിയന്തിരമായി ഇപ്രകാരം ഒരു നടപടിയിലേക്ക് വന്നത് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ആ കടം വീട്ടിക്കൊടുത്താൽ ഇവർ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലോ അതല്ലെങ്കിൽ DCCയുടെ ഓഫീസിന് മുന്നിലോ സത്യാഗ്രഹം ആരംഭിച്ചാൽ പിന്നെ പ്രിയങ്ക ഗാന്ധി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതവർക്ക് നാണക്കേടാകും എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഒരു നടപടി ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ടാണ് DCCയിൽ പുനഃസംഘടന വേണമെന്ന് വർഷങ്ങളായി ആവശ്യങ്ങൾ മുറവിളി കൂട്ടുന്നുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും ഇതുവരെ പുനഃസംഘടന നടത്താതെ വയനാട്ടിൽ ഇപ്രകാരം ഒരു പുനഃസംഘടന നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. കഴിഞ്ഞ ദിവസം അവർ ടൂർ ആവശ്യത്തിനാണെങ്കിലും അവിടെ അമ്മയും മകനും മകളും ഒക്കെ വന്നിരുന്നു. അന്നേരം ഇത് ചർച്ചാ വിഷയമായി കാണും. അന്നേരം അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ കാര്യത്തിൽ നടപടി വന്നത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, ബ്രെയിനിൽ ട്യൂമർ ബാധിച്ച ഒരു ശരീരത്തിൽ
നഖം വെട്ടിക്കളഞ്ഞാൽ ആ ബ്രെയിൻ ട്യൂമർ മാറുമെന്ന് കരുതി അല്പം വളർന്നു നിൽക്കുന്ന നഖം വെട്ടിക്കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ്. ഇത് അടിമുടി ട്യൂമർ ബാധിച്ച് ക്യാൻസർ ബാധിച്ച് നിൽക്കുന്ന ഒരു ശരീരമാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത്. അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ, അത് നന്നാകണമെങ്കിൽ യഥാർത്ഥ സിംറ്റംസ് അനുസരിച്ചുള്ള ചികിത്സ, കൃത്യമായുള്ള രോഗനിർണയം നടത്താതെ, ആ രോഗനിർണയം നടത്തി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താതെ ബ്രെയിൻ ട്യൂമറിന് കാരണം നഖം വളർന്നു നിൽക്കുന്നതാണെന്ന് കരുതി ആ നഖത്തിൻ്റെ അറ്റം വെട്ടിക്കളഞ്ഞിരുന്ന പോലെയാണ് ഈ നടപടിയും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനം മുതൽ തന്നെ ഇവിടെ വീക്കാണ്. യാതൊരു ശേഷിയുമില്ലാത്ത ഒരു അരമനക്കിങ്ങിണിയെ മെത്രാന്മാരുടെ കാശ് മേടിച്ചിട്ട് അവരുടെ ഏജന്റായി റവന്യൂ വകുപ്പ് അടുത്ത പ്രാവശ്യം UDF ഭരണത്തിൽ വന്നാൽ ഇദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കൊടുക്കണം, ഇവരുടെ ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന പട്ടയമില്ലാതെ കിടക്കുന്ന ഭൂമികൾ പട്ടയം കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ ഇവരുടെ സകല തട്ടിപ്പുകൾക്കും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാമെന്ന പ്ലാനിങ്ങോടെ VD സതീശനും സംഘത്തിനും പണം കൊടുത്ത് ആ പദവിയിൽ കൊണ്ടിരുത്തിയ ആ KPCC അരമനക്കിങ്ങിണി ഇത്രയും കഴിവ് കുറഞ്ഞ ഒരു KPCC അധ്യക്ഷനെ വെച്ച് ഈ വരാൻ പോകുന്ന 2 സുപ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ഒന്ന് ഓർക്കണം. 2 കൊല്ലമായിട്ട് ഭരണമില്ലാതെ കരക്കിരിക്കുന്ന, നാണം കെട്ടിരിക്കുന്ന ഈ സംവിധാനത്തെ ചലിപ്പിക്കുവാൻ ഇത്രയും കഴിവില്ലാത്ത, ഒരു നേതൃത്വ ഗുണമില്ലാത്ത ഒരാളെ വെച്ചിട്ടാണ് ഇവർ ഇത്രയും വലിയ ഒരു പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇവന്മാരുടെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പ്രതിപക്ഷ നേതാവ് ഇതുപോലെ കഴിവില്ലാത്ത, നാണം കെട്ട ഒരു അല്പനെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എങ്ങനെ ഈ കോൺഗ്രസിന് ഒരു ധൈര്യം വരുന്ന ഈ 2 തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുവാൻ? നിയമസഭയിൽ ഇതുവരെ ഒരു വിഷയം കാര്യമായി ഉന്നയിക്കുവാൻ സാധിക്കാത്ത, നിയമസഭയിൽ മാപ്പിരുന്ന ഈ മാപ്പച്ചൻ, ഈ കേക്കച്ചൻ കുടിലതകൾ കൊണ്ട് കൂടെ നിൽക്കുന്നവന്മാരെ വെട്ടിവീഴ്ത്തുന്ന ഈ നാണം കെട്ടവനെ മുന്നിൽ നിർത്തി എങ്ങനെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇവർക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കും? ഇത്രയും ഗുരുതരമായ ഈ 2 വിഷയങ്ങൾ നിൽക്കുമ്പോൾ അതൊന്നും അഡ്രസ് ചെയ്യാതെ വയനാട്ടിലെ DCC അധ്യക്ഷനെ രാജിവെപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു കാര്യം കൂടി പരാമർശിക്കാതെ പോകുവാൻ സാധിക്കത്തില്ല. ഇത് ഈ പ്രസ്ഥാനത്തിനും ഈ നേതാക്കന്മാർക്കും വളരെയേറെ ദോഷം ചെയ്യുന്ന പ്രസ്താവനയാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ പറയുവാൻ കാരണം, ഇവർ നന്നാകുവാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇവർ യഥാർത്ഥ ഇഷ്യൂകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയിരിക്കുന്ന ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മിഷൻ 60യുടെ 30ാം ദിനമായി ഇന്ന് ഞങ്ങൾ ഇപ്രകാരം ഒരു പരാമർശം നടത്തുവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, ഇവന്മാർ നന്നാകുവാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല, അതിനുള്ള താല്പര്യവുമില്ല എന്നത് കണ്ടുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു തുടർന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ മുതിരില്ലായിരുന്നു. ഇന്ന് വയനാടിൻ്റെ ആ ശോചനീയാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് നിസ്സംശയം പറയാം, അവിടെ പ്രിയങ്ക ഗാന്ധി എന്നൊരു ഫാക്ടർ വന്നതുകൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധിയോട് എനിക്കൊരു വിരോധവുമില്ല, ഈ പ്രസ്ഥാനത്തോട് മൊത്തത്തിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ഒരു ദുരിതം പേറുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചേനെ. പക്ഷേ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഏതാണ്ട് 1500-2000 കോടി രൂപയോളം ഈ വയനാട്ടിലേക്ക് സഹായമായി എത്തും. അപ്പോൾ അതിൻ്റെ മൈലേജ് പോകുന്നത് മറ്റാർക്കുമല്ല, പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും. ഇപ്പോൾ BJP സർക്കാർ നല്ല ഉദ്ദേശശുദ്ധിയോടെ അവർ ഈ 2000 കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് റീബിൽഡ് ചെയ്തെടുത്താൽ, ഒരു പുനർനിർമ്മിച്ചെടുത്താൽ അതിൻ്റെ സകല ക്രെഡിറ്റും പോകുന്നത് അറിയാം. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്ദി കെട്ടവരാണ്. അത് ആര് കൊടുക്കുന്നു, യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ളവർ ആരെന്നവർ മനസ്സിലാക്കില്ല. അതിൻ്റെ ക്രെഡിറ്റ് പ്രിയങ്ക ഗാന്ധിയിലേക്ക് പോകും, അവർ എടുക്കും. അവർ കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിച്ചതാണ്
എന്ന് ജനങ്ങൾ കരുതും എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ ഒരു ദേശീയ ദുരന്തമായി, അത് രാഹുലിനോ പ്രിയങ്കയ്ക്കോ മൈലേജ് കിട്ടാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരുന്നത്. അതിനുശേഷം നമുക്കറിയാം വീണ്ടും തെരഞ്ഞെടുപ്പിന് അവർ ഒരു സഹായം നൽകും എന്നൊക്കെയുള്ള ഒരു 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 കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലും BJPക്ക് നാണംകെട്ട പരാജയമാണ് വയനാട്ടുകാർ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ അവർ പ്രഖ്യാപിച്ച ആ തുകയിലും നാമമാത്ര തുക മാത്രമേ വയനാടിന് അനുവദിച്ചുള്ളൂ. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം എടുക്കുക. സംസ്ഥാന സർക്കാർ ആ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു 100% അർപ്പണ മനോഭാവത്തോടെ അവർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നും അവിടെ ഒരു ടൗൺഷിപ്പ് പദ്ധതികൾ വരുന്നു, അവരുടെ പുനരധിവാസം സാധ്യമാകും എന്നൊക്കെ പറഞ്ഞു ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വളരെ ഇഴച്ചിലാണ്. ഇതൊക്കെ പേരിന് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി കോടികൾ, നൂറുകണക്കിന് കോടികൾ ദുരന്ത നിവാരണ ആ അക്കൗണ്ടിലേക്ക് വന്നു എങ്കിലും അതൊന്നും ഉചിതമായ രീതിയിൽ ഇപ്പോഴും വിനിയോഗിച്ചിട്ടില്ല. ആ ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. അവിടെ ഭവന നിർമ്മാണങ്ങളോ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സോ റീബിൽഡ് ചെയ്യുവാനുള്ള സംവിധാനങ്ങളോ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനുള്ള, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളൊന്നും കാര്യമായി തന്നെ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അപ്രകാരം അവർ എത്ര ഊർജ്ജസ്വലമായി എത്ര അർപ്പണഭാവത്തോടെ ചെയ്താലും അതിൻ്റെയും ക്രെഡിറ്റ് ആർക്കാണ് പോകുന്നത്? ഇവർക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു പരിധിവരെ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അവിടെ ഒന്ന് പമ്മുന്നതിൻ്റെ ഒരു റീസൺ, അതുപോലെ വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട മനുഷ്യന് ഉപദ്രവകരങ്ങളായ ജീവികളെ കൊല്ലാനുള്ള ഒരു അനുമതി പോലും കൊടുക്കാത്തത്, അവിടെ ദുരിതം ആവശ്യമാണ്. നിനക്കൊക്കെ അത് വരണം, നീയൊക്കെ ജയിപ്പിച്ചു വിട്ടതല്ലേ പ്രിയങ്കയെ, അനുഭവിച്ചോ എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അന്നേരം ഇതിനെ കവറപ്പ് ചെയ്യേണ്ടുന്നത്, ഇതൊരു എക്സ്ട്രാ കോൺഷ്യസ് ആകേണ്ടിയിരുന്നത് ആരായിരുന്നു? കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു പേയിങ് ഗസ്റ്റ് വന്ന് പോകുന്നത് പോലെ വല്ലപ്പോഴും സുഖവാസ കേന്ദ്രങ്ങളിൽ വൈത്തിരിയിലെ റിസോർട്ടുകളിൽ വന്ന് താമസിച്ച് ഒന്ന് ആരെയെങ്കിലുമൊക്കെ കെട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ട് പോവുക എന്നതിലുപരി വയനാട്ടിലെ ജനങ്ങൾ വലിയൊരു റിസ്ക്കാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുലിനും അവിടെ ഒരു അഭയം കൊടുത്തപ്പോൾ വിജയിപ്പിച്ചപ്പോൾ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അതിനുള്ള ബോധം ഈ നാണംകെട്ടവന്മാർക്ക് ഉണ്ടായില്ല. ഇവന്മാർ അവിടെ തമ്മിലടിയും കുതികാലുവിട്ടുമായി തുടരുകയാണ്. അപ്രകാരമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു എക്സ്ട്രാ കോൺഷ്യസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോക്സി MP ആ ചുമതലബോധത്തോടെ അവിടെ ഉയർന്ന് പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങളുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് ഒരു എക്സ്ട്രാ കോൺഷ്യസ് അവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. ഇനിയും ഇതുപോലെ ഒരു രാഷ്ട്രീയ അഭയം തേടി ഇവർ എത്തിയാൽ വയനാട്ടുകാർ ഇനി 2 പ്രാവശ്യം ചിന്തിക്കും. ഇവർ വിജയിപ്പിച്ചു വിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടത്തിലുപരി ദോഷങ്ങളാവും ഉണ്ടാകുക എന്ന് അവർ തിരിച്ചറിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും അവരിപ്പോഴും ആ ഗാന്ധി ഫാമിലിയുടെ ആ പ്രൊഫൈൽ, അവരുടെ ആ ചിരിയിൽ, അവരുടെ ആ കളറിൽ ഒക്കെ ഈ പാവപ്പെട്ട മലയിടക്കിലുള്ളവർ മയങ്ങി നിൽക്കുകയാണ് എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത്, മനസ്സിലാക്കുവാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആടിമൂടി ക്യാൻസർ ബാധിച്ച് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഈ സ്റ്റേജ് 2-ലെത്തി നിൽക്കുന്ന അടുത്ത സ്റ്റേജിലേക്ക് റിക്കവർ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുവാൻ നിൽക്കുന്ന ഈ ശരീരത്തിൽ നിങ്ങൾ കുഴിനഖം വെട്ടി കളിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ആംപ്യൂട്ട് ചെയ്യേണ്ടുന്ന ക്യാൻസർ ബാധിച്ച എലമെന്റുകളെ നിങ്ങൾ മെഴ്സിലെസ്ലി ആംപ്യൂട്ട് ചെയ്തിരിക്കണം. ഈ കേക്കച്ചനെ പോലെയുള്ള ഈ കുഴുത്തുരുമ്പുകളെ, ഈ നാണം കെട്ടവനെ മെഴ്സിലെസ്ലി ആ പദവികളിൽ നിന്ന് ആംപ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഈ ശരീരത്തെ ഈ വളരെ വേഗം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാൻസർ കീഴ്പ്പെടുത്തും. മൂന്നാമതും പിണറായിക്ക് അവസരം ഇവൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും വേഗം പുനഃസംഘടന, DCC പുനഃസംഘടന എന്ന് പറയുന്നത് ഉചിതമായ, അതിൻ്റെ എന്ന് പറഞ്ഞാൽ നേതൃസ്ഥാനത്ത് ഈ അരമന കിങ്ങിണിയെയും ഈ ലുട്ടാപ്പിയെയും ഈ കേക്കച്ചനെയും ഒന്നും വെച്ചുകൊണ്ട് നിങ്ങൾ താഴെത്തട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടും കാര്യമില്ല. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആ ബ്രെയിൻ അവിടെ ഇരിക്കുമ്പോൾ കുഴിനടം വെട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ
കേരളത്തിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി KPCC അധ്യക്ഷ സ്ഥാനത്ത് നട്ടലുള്ള കഴിവുള്ള ഒരാൾ വരണം. അത് ആരാണ് എന്ന് പറയുവാൻ ഞങ്ങൾ ആളല്ല, പക്ഷേ കഴിവുള്ള ഒരാൾ അവിടെ ഉണ്ടാവണം. അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇയാൾ സ്വയം ഈ പാർട്ടിയുടെ അന്തകനെന്ന് സ്വയം മനസ്സിലാക്കി ഇയാൾ ഇതുവരെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പരാജയമാണെന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കി. ഇയാൾ ഒരു കേക്കച്ചനാണെന്നും പിണറായിയുടെ ഏജന്റാണെന്നും നാട്ടുകാർ തിരിച്ചറിഞ്ഞു എന്ന ആ സത്യം മനസ്സിലാക്കി ഇയാൾ സ്വയം ഇപ്പോൾ ആ രാഷ്ട്രീയ വനവാസത്തിന് പോകണ്ട, ഇയാൾ ഈ രാജ്യം വിട്ട് പോവുക. കൊള്ളമുതലുമായി ഇദ്ദേഹം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം സ്വയമേ ഈ പണി ചെയ്യണം. അല്ലെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്തില്ലെങ്കിൽ ഈ ശരീരത്തെ തന്നെ ഈ ക്യാൻസർ കാർന്നു തിന്നും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.